നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെടുക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? വിശേഷങ്ങളെല്ലാവർക്കും നല്ല വിശേഷമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെ, നല്ല വിശേഷം. പിന്നെ ഇന്നലത്തെ വീഡിയോ ഇന്നലെയും 2 ദിവസമൊക്കെ ആയിട്ട് ഞാൻ പഠിപ്പിച്ച വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളൊക്കെ കാണാറുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കമൻറ്റിൽ കൂടെ. ഇന്ന് ഞാൻ ഒന്നുമില്ല, വെറുതെ അങ്ങനെ നമുക്ക് സംസാരിച്ചിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് വന്നേക്കണം. ഇന്നും വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരമുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ടും വൃത്തിയായിട്ടും എല്ലാവരും ചെയ്യാറില്ലേ? വീട്ടിലെങ്ങനെയാണ് എല്ലാവരും? വീട്ടിലൊക്കെ കാലത്ത് എഴുന്നേറ്റ് വളരെയധികം ചിട്ടയോടുകൂടി ജീവിക്കുന്നവരാണോ? അതോ ചിട്ടയൊന്നുമില്ല, എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും മതി എന്നൊക്കെ വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാണോ നിങ്ങളൊക്കെ? വീട്ടമ്മമാർ എപ്പോഴും ചിട്ടയോടുകൂടി ജീവിക്കണം. എപ്പോഴും അവർക്കൊരു ചിട്ട വേണം. നമുക്ക് ചിട്ടയില്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കും ചിട്ടയുണ്ടാവില്ല. നമ്മളാണ് ആ ചിട്ട അവർക്ക് കാട്ടി കൊടുക്കേണ്ടത്. നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് എല്ലാവർക്കും നമ്മളാണ് ഒരു ചിട്ടയായ ജീവിതം നയിക്കുന്നത്. അമ്മമാരിൽ നിന്ന് വേണം മക്കൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് എല്ലാ അമ്മമാരോടും പറയാനുള്ളത്, എല്ലാവരും ചിട്ടയായിട്ടും വളരെ കൃത്യനിഷ്ഠയോടും കൂടി ഉള്ള ജീവിതം നയിക്കണം. അപ്പോൾ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ചിട്ടയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും അതേ സെയിം സംഗതി അവർ നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കുക. അപ്പോൾ അവർക്ക് ആ ചിട്ട അവർക്ക് ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് നമുക്ക് കാണുമ്പോൾ തോന്നും എന്താ ഇവർ ഇങ്ങനെയെന്ന് തോന്നുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. നമ്മളെങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളെങ്ങനെയാണ് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന്. അപ്പോൾ അത് കാരണം നമ്മളെല്ലാവരും നമ്മളെ നിരീക്ഷിക്കാനായിട്ട് നമ്മുടെ മക്കളുണ്ട്. അവർ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുകയെന്ന്. പ്രത്യേകിച്ച് പെണ്ണാണെന്നൊന്നും വ്യത്യാസമൊന്നും ഇല്ലേ? എല്ലാവരും ഏത് മക്കളായാലും ആണായാലും പെണ്ണായാലും ഒക്കെ നമ്മളെ കണ്ട് കുറേയൊക്കെ പഠിക്കും അവർ നമ്മളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യനിഷ്ഠയോടു കൂടി വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കാൻ പഠിക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദുസ്വഭാവങ്ങളൊക്കെ അവർ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പറയണത് നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം അതിന് നിൽക്കരുത്. രാവിലെ എഴുന്നേൽക്കുക നേരത്തിന്. അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഒരു 6 മണിക്കെങ്കിലുമൊക്കെ എഴുന്നേൽക്കുക. 6 മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി, വീടൊന്നും അടിച്ചു വാരാണ്ടും തുടയ്ക്കാതെയും പൊടി തുടയ്ക്കാണ്ടും ഒക്കെ ഇങ്ങനെ അശ്രദ്ധമായി വലിച്ചിട്ട് അങ്ങനെ വീട് കണ്ട ആകെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു രീതിയിൽ ആവരുത് നമ്മുടെ വീട് എപ്പോഴും നല്ല ഭംഗിയിൽ വൃത്തിയിലൊക്കെ അടുക്കി പെറുക്കിയൊക്കെ ഒതുക്കി വെക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ പുറമേ നിന്ന് കടന്നു വന്നാൽ തന്നെ നമ്മുടെ വീട് കാണുമ്പോൾ അവർക്ക് വലിയ വീട് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ വീടല്ല, ചെറിയൊരു വീടാണെങ്കിലും കൂടിയിട്ട് ആ വീടിൻ്റേതായ ഭംഗിയിൽ കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വൃത്തിയിൽ കൊണ്ട് നടന്ന ആ വീടും വലിയ വീടിനേക്കാൾ ആളുകൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും. ചില ചെറിയ വീടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണില്ലേ, അവർ അടുക്കി ഭംഗിയിൽ നല്ല വൃത്തിയിൽ ചിട്ടയിലൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. കാണാൻ വലിയ വീടിനേക്കാളും ഭംഗിയുണ്ട് ചില ചിട്ടയോട് ജീവിതം നയിക്കുന്ന ചില ചെറിയ വീടുകളിൽ ചെന്ന് നോക്കിയാൽ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ. ചില വലിയ വീടുകളിൽ 2 നില വീടൊക്കെ ആകുമ്പോൾ ആകെ വലിച്ച് വാരി ഇട്ട് അടിക്കൂല, പൊടി തുടയ്ക്കൂല, ഓരൂല, അങ്ങനെ ഇട്ട് ആകെ നാശാക്കിയിട്ട് ഇട്ടേക്കണ വലിയ വീടുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ വലിയ കാര്യമില്ല. വീട് കുറേ വലുത് പണിതിട്ടിട്ട് കാര്യമില്ല. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തിനാ കൊള്ളുക? അപ്പോൾ അത് നമ്മുടെ വീട്ടമ്മമാരുടെ ചുമതലയാണത്. അത് നമ്മൾ തന്നെ ചെയ്യാൻ സാധിക്കുന്നവർ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുക. ഇല്ല, ഇനി പ്രായമായവർക്കൊന്നും പറ്റിയെന്നൊന്നും വരില്ല. അപ്പം മക്കളോ മരുമക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അവർ ചെയ്തില്ലെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുക. നമ്മളിത് അവർക്കും പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യണത് അവർ കാണുമ്പോൾ അവരും ചെയ്തോളും. അങ്ങനെ പിന്നെ മറ്റുള്ളവരെയൊന്നും പരമാവധി നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയാക്കിയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ജീവിക്കുന്ന വീട് നമ്മൾ തന്നെ വൃത്തിയാക്കുക.
പണിക്കാരെ വെച്ച് വൃത്തിയാക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. നമ്മുടെ ഒരു നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം വീട് വൃത്തിയാക്കാനായിട്ട് എപ്പോഴും. പിന്നെ ആഴ്ചയിലോ ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ, സാധാരണ ദിവസം അടിച്ച് വാരുമെങ്കിലും കൂടിയിട്ട് ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ ഒന്ന് നന്നായി കുറച്ച് ഡീപ്പ് ക്ലീൻ ചെയ്യുക. അവിടെ ഇവിടെയും പൊടി മാറാലേക്ക് ഉണ്ടാവുമല്ലോ, എപ്പോഴും നമ്മുടെ കൈ അവിടെ നിന്ന് എത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആകെ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക. ഡീപ്പ് ക്ലീനിങ് ചെയ്യണം ഇടയ്ക്ക്. അത് അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ എത്താത്ത സ്ഥലങ്ങളൊക്കെ പൊടി പിടിച്ച് വീണ്ടും അവിടെ കിടക്കും. അപ്പോൾ അത് പാടില്ല. അപ്പം നമ്മളത് വൃത്തിയാക്കുക. നമ്മുടെ ഡ്രസ്സുകളൊക്കെ അലക്കി മടക്കി അലമാരികളിൽ സൂക്ഷിച്ച് വയ്ക്കുക. അവിടെ ഇവിടെയും ബാത്റൂമിലും അവിടെ ഇവിടെ നിന്ന് വലിച്ചു വാരി ഇങ്ങനെ ഇടാണ്ട് എല്ലാതും നല്ല വൃത്തിയിലും. നമ്മുടെ ബാത്റൂം അതേപോലെ ബാത്റൂമുകൾ ചില വീടുകളുടെ ഒന്നും ബാത്റൂമിലേക്ക് ചെന്ന് കടക്കാൻ പറ്റില്ല, അത്രയധികം വൃത്തികേടാക്കിയിട്ടുണ്ടാവും. നമ്മൾ ദിവസം കുളിക്കുന്ന സ്ഥലമല്ലേ. ഒരാൾക്ക് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് അവരെ ബാത്റൂമും അവരെ അടുക്കളയൊക്കെ ഒന്ന് ചെന്ന് കണ്ട് നോക്കിയാൽ മതി. അവർക്ക് അപ്പം അറിയാം വീട്ടിലുള്ളവരെ വൃത്തി എങ്ങനെയുണ്ട്, അവരെ വൃത്തി എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് അവിടെ ആ 2 സ്ഥലം ആദ്യം ഒന്ന് ചെന്ന് നോക്കിയാൽ മതി. അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടോ. ഈ വൃത്തിയില്ലാത്തവർ അവിടെ വൃത്തിയാക്കില്ല, ഉറപ്പാണ് ആ കാര്യം. പുറം ഭാഗമൊക്കെ ചിലപ്പോൾ ഒന്ന് കാട്ടി കൂട്ടിയിട്ടുണ്ടാവും, അതിൽ കാര്യമില്ല. നമ്മൾ ഏറ്റവും വൃത്തി വേണ്ട സ്ഥലങ്ങളാണ് നമ്മുടെ അടുക്കള. നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ. ഭക്ഷണം പാകം ചെയ്യുന്ന ആ സ്ഥലം എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും അടിച്ച് തുടച്ച് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇടണം. അതിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാണ്. ആ വീടിന് ഒരു ഐശ്വര്യമാണ്. നമ്മുടെ അടുക്കള വൃത്തിയായി കിടക്കണമ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം ഒന്ന് വേറെയാണ്. അതുപോലെ നമ്മുടെ ബാത്റൂമുകൾ നമ്മൾ കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ അവിടെ രോഗാണുക്കളും നമ്മൾ ഈ ചളിയും സോപ്പും എണ്ണയും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ വൃത്തികേടുകൾ ബാത്റൂമിൽ ദിവസം വരും. നമ്മൾ കുളിക്കുന്ന സ്ഥലമല്ലേ. കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം വൃത്തിയാക്കലാണ്. അപ്പോൾ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ ദേഹത്തെ അഴുക്കുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ദിവസവും നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അടിച്ച് കഴുകി അല്ലെങ്കിൽ കുളിക്കുന്നതോട് കൂടിയൊക്കെ അത് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇടണം. ഇല്ലയെന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇന്നത്തെ അഴുക്കും എല്ലാം കൂടി കുറേ അധികം ബുദ്ധിമുട്ടേണ്ട വരും പിന്നീട് അത് വൃത്തിയാക്കാനായിട്ട്. അപ്പം നമ്മളത് ദിവസം വൃത്തിയാക്കി ഇടുകയാണെന്ന് വെച്ചാൽ കുളിക്കുന്നതോടുകൂടി അത് കഴുകി വൃത്തിയാക്കി ഇടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സമയം ചിലവാക്കാൻ നിൽക്കണ്ട. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വീട് ചിട്ടയിൽ ഭംഗിയിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നമുക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ വളരെയധികം സന്തോഷമാണ് അല്ലേ. നമ്മളൊരു പണിയും കഴിയാണ്ട് ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഇരിക്കുന്ന ഒരു ആൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല. മനസ്സിലായ? അവർക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ മതി എന്നുള്ളൊരു വിചാരമാവും. അതേപോലെ ആ വീട് അത്രയും വൃത്തിയായിട്ട് കിടക്കും. വൃത്തികേടായിട്ടുള്ള വീട്ടുകളിൽ ഇരിക്കാനായിട്ട് ആർക്കും ഇഷ്ടപ്പെടില്ല. അതേപോലെ അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനും ആരും ഇഷ്ടപ്പെടില്ല. ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ആളുകൾക്ക് എപ്പോഴും നല്ല വൃത്തിയിലും, എത്ര വൃത്തിയില്ലാത്ത ആളുകളായാലും വൃത്തിയുള്ള വീടുകളിലേക്ക് കയറി ചെല്ലാനേ ഇഷ്ടപ്പെടുള്ളൂ. വൃത്തിയാക്കാത്തത് അവരുടെ മടി കൊണ്ട്. പക്ഷേ വീട്ടിലെ വൃത്തിയുള്ള വീടുകളിൽ ഇരിക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ അതിന് മനസ്സ് വെച്ച് മുൻകൈ എടുത്ത് മടിയൊന്നും ഇല്ലാണ്ട് നമ്മളത് ചെയ്താൽ തന്നെ നമ്മുടെ വീട് വൃത്തിയാവുള്ളൂ. അപ്പോൾ നമുക്കൊരു മടി പാടില്ല. മടിയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വെല്ലുവിളി. ചിലവർക്ക് ഭയങ്കര മടിയാണ് വീട്ടിലെ പണികളെടുക്കാനും വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ആ മടി നമ്മൾ ഉപേക്ഷിക്കണം. മടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കണം എപ്പോഴും. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വില്ലനാണ്. ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു വില്ലൻ്റെ സ്ഥാനമുള്ളൊരു സംഗതിയാണ് ഈ മടി എന്ന് പറയുന്നത്. ഈ മടി കാരണം എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കും. അതൊക്കെ മാറ്റി വയ്ക്കണം. നമ്മുടെ ജീവിതത്തിൽ ചിലവരുടെ ജീവിതം മടി കാരണം താറുമാറായി പോവും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ മടിയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ വീട് വൃത്തിയാക്കുവാനും പരിസരങ്ങൾ വൃത്തിയാക്കാനും ഒക്കെ ചെയ്ത് ഭംഗിയായിട്ട് നമ്മൾ വീടൊന്ന് നോക്കി നോക്കും. അപ്പം നമുക്ക് തന്നെ തോന്നും, ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു. നമുക്ക് തന്നെ അതൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ വീട് നമ്മൾ തന്നെ വൃത്തിയാക്കി ഇട്ടിട്ട് അതങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും? ഞാനത് ശ്രദ്ധിക്കാറുണ്ട്.
എനിക്ക് എൻ്റെ വീട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തിന് എല്ലാതും കഴിഞ്ഞ് ഭംഗിയായിട്ട് ഇട്ടേക്കണ വീട് കണ്ട ഭയങ്കര ഒരു പോസിറ്റീവ്, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സന്തോഷം കിട്ടുക. എനിക്ക് സന്തോഷം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി രാവിലെ തന്നെ വീട് വൃത്തിയാക്കൽ, അടിക്കൽ, ബാക്കി ചിട്ടയിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്യൽ, വീട് വൃത്തിയാക്കൽ എല്ലാതും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പോസിറ്റീവ് എനർജി തോന്നുന്നത്. അല്ലാതെ അവിടെ വലിച്ച് വാരിയിട്ട് കുളിക്കൂല, രാവിലെ എഴുന്നേറ്റ് കുളിക്കൂല, നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കില്ല, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാമെന്നാണ് എനിക്ക് തോന്നിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മുടെ ജീവിതം വെറുതെ വേസ്റ്റാക്കുകയാണ്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം വേണ്ടേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മളൊക്കെ അങ്ങനെ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചാലാണ് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിനോടൊരു പ്രത്യേക സ്നേഹം തോന്നും. നമുക്ക് ദിവസവും രാവിലെ എഴുന്നേറ്റ് മടി കൂടാതെ നമ്മുടെ കാര്യങ്ങൾ അതൊരു 4 ദിവസം ചെയ്താൽ മതി. 4 ദിവസമൊക്കെ നമുക്കൊരു മടി തോന്നും. ഇന്ന് കഴിഞ്ഞ് നാളെ രാവിലെ ഇരിക്കുമ്പോൾ നമുക്കൊരു മടി തോന്നും. നേരത്തെ എണീക്കാനും കുളിക്കാനും ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും വീട്ടിൽ വൃത്തിയാക്കാനും ഒക്കെ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ തോന്നും ഇതന്നെ ഒരു പണിയെന്ന്. അതല്ല, അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. അത് വീട്ടമ്മമാർ വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ അതന്നെയല്ലേ ഒരു ജോലി. ഇതാണ് നമ്മുടെ ജോലി എന്ന് വിചാരിക്കണം. നമുക്കുള്ള ജോലി ഇതാണ്. മറ്റുള്ളവർ പുറത്ത് പോയി ജോലി ചെയ്യുന്നു, അവർക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് അവർ ഓടും. പിന്നെ വൈകുന്നേരം വന്നാൽ അവർക്ക് അത് അവരുടെ ജീവിതമാണ് അങ്ങനെ. പക്ഷെ നമ്മൾ വീട്ടമ്മമാർ വെറുതെ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നവർക്ക് ഉള്ള ജോലികളാണ് ഇത്. അപ്പോൾ നമ്മൾ കൃത്യമായി ചെയ്യുക. അതാണ് നമ്മുടെ ജോലി, അത് നമ്മുടെ കടമ. നമ്മുടെ ഒരു കർമ്മം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായി ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ശാരീരികമായി നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഒരു എനർജിയാണത്. അതായത് നമ്മുടെ ശരീരത്തിൽ വെറുതെ ഇങ്ങനെ ഇരുന്നു ടി വി കണ്ടു, മൊബൈൽ കണ്ടു, അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് കിടന്നു നേരം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായി നമ്മുടെ ആരോഗ്യം തന്നെ നശിച്ചു പോകാനാണ് സാധ്യത. നമുക്ക് ശരീരത്തിന് ആരോഗ്യം കുറയും. നമ്മൾ രാവിലെ ഊർജ്ജസ്വലരായിട്ട് ഓടി നടന്ന് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ കുളിക്കുന്നത് ഒരു ഭക്തി അമ്പലത്തിൽ തൊഴുക അങ്ങനെയുള്ളൊരു മാർഗത്തിന് വേണ്ടി മാത്രമല്ല. നമ്മൾ രാവിലെ കുളിക്കുമ്പോൾ രാവിലെ തന്നെയുള്ള കുളി നമുക്ക് ആരോഗ്യം കൂടുതലുണ്ടാവാനുള്ളൊരു അവസരമാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് നല്ല പച്ചവെള്ളമോ ചൂടുവെള്ളമോ എന്തോ ആയിക്കോട്ടെ ഒഴിച്ച് കുളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മൾ രാവിലെ തൊട്ട് നമുക്ക് ഊർജ്ജസ്വലത ഉണ്ടാവും. മനസ്സിലായേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ കുളിച്ച് ഇങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രഷായി. പിന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലത്, ചെയ്യാത്തവർ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടെ. ഞാനിത് പറയണത് കേട്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒന്ന് അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് നോക്കിക്കോളൂ. ഒരു 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. എനിക്കൊക്കെ അങ്ങനെയാണ്. നമുക്കൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായേ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് അങ്ങനെയാണ് പറയാൻ തോന്നിയത്. അല്ലാണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിരുന്നോന്നല്ല, ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇത് പറയാം എന്ന് അങ്ങനെ തോന്നിച്ച് അങ്ങനെ സ്വയം അങ്ങോട്ട് വന്നു പോയതാണ്. ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല ഇരുന്ന് വീഡിയോ പിടിക്കാതിരുന്നത്, ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ അപ്പോൾ കണ്ടിട്ട് നിങ്ങളിതുപോലെയൊക്കെ ചെയ്യുക. പക്ഷെ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ശ്രമിച്ച് നോക്കൂട്ടാ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാന വഴിത്തിരിവാകും. ഓക്കെ, അപ്പോൾ ശരി, നാളെ ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.